ഇപ്പോൾ നമുക്ക് ലത്തീഫിൻ്റെയും ഭാര്യയുടെയും ഖബറടക്കവുമായി ബന്ധപ്പെട്ട് അവിടെ പൊതുദർശനം നടക്കുകയാണെന്ന് തോന്നുന്നു. അതിന് കൂടുതൽ വിശദാംശങ്ങൾ സ്വാന്തന നൽകും. സ്വാന്തന, ഇത് ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടോ? നാട്ടുകാർ കൂടുതലായിട്ട് അവിടത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്? അത് ഉടനെ കഴിയുമോ അവിടുത്തെ പൊതുദർശനം? ആസിഫ്, നമ്മൾ ഈ ലത്തീഫിനെയും കുടുംബത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആരോട് ചോദിച്ചാലും, ഞാൻ ഇന്നലെ വൈകുന്നേരം ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ ഇവിടെയുണ്ട് ആസിഫ്. അപ്പം ഞാൻ ഇവിടെ വന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ, കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് അത്രയും പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ്. അങ്ങേയറ്റം സഹകരിക്കുന്ന, എല്ലാവരുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന, കഴിഞ്ഞ 10-25 വർഷമായി ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു ലത്തീഫ് എന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. പല ആളുകളും ഇന്നലെ ഇത്തരത്തിൽ വാർത്ത കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും അറിഞ്ഞത്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു ഞെട്ടൽ ഇതുവരെയും ഇവിടുത്തെ ആളുകളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുതന്നെയാണ് ഇവിടെ ഇത്രയും തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവസാനമായി അവർ കുടുംബത്തെ ഒരു നോക്ക് കാണുവാൻ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അവസാനമായി ഒരു വട്ടം കൂടി അവരെ ഒന്ന് കാണുവാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ നാട്ടുകാരായ ചില ആളുകൾ, ബന്ധുക്കളുമാണ്. നമുക്ക് അവരോട് ഈ കുടുംബത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം. ഇന്നലെ മുതൽ ഇവിടെ കണ്ട ഒരാളാണ്. അപ്പം കുടുംബവുമായിട്ട് അടുപ്പവും ബന്ധമൊക്കെ ഉള്ള ആളാണ്? അതെ, അടുത്ത ബന്ധുവാണ്. അടുത്താണ് താമസവും ഒക്കെ. വളരെ ഈ നാട്ടിന് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ജനങ്ങളെ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് സഹകരിക്കുന്ന ഒരാളാണ്. എന്താണ് അവരുടെ, എപ്പോഴാണ് ഇങ്ങനെ ഒരു മരണം നടന്നു എന്ന് അറിഞ്ഞതെല്ലാം 7 മണി കഴിഞ്ഞിട്ടാണ്, രാത്രി 7 മണി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ അത് വന്നറിയുന്നു. അത് ആദ്യം മാതാവിൻ്റെ മരണം അറിയുന്നു, രണ്ടാമത് ഇദ്ദേഹവും ഭാര്യയും മരിച്ചു എന്ന് അറിയുന്നു. പിന്നെ അറിയുന്നത് പുതിയൊരു അനിയൻ്റെ കുടുംബത്തിലും ഇതേ സംഭവം ഉണ്ടായി. അത് അവരൊരു ബന്ധുവാണ് നടത്തിയതെന്നും അപ്പോഴൊക്കെയാണ് പിന്നെ അറിയുന്നത്. അതൊക്കെ അറിഞ്ഞു വന്നപ്പോൾ ഏതാണ്ട് 8 മണിയോട് കഴിഞ്ഞു. അപ്പോഴാണ് ഇതിൻ്റെ ഒരുവിധം രൂപങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. ഇദ്ദേഹത്തിന് 2 പെൺമക്കളാണുള്ളത്. അവരൊക്കെ എവിടെയാണ് ഉള്ളത്? 2 പെൺമക്കളിൽ ഒരാൾ ഇവിടെ അടുത്ത് പനൂരാണ് മൂത്താൾ താമസം, രണ്ടാമത്തെ ആൾ ഒഴുകുപാറ, വമ്പായ ഒഴുകുപാറ. അവരൊക്കെ വന്ന മൃതദേഹം രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. മക്കളും എല്ലാം എത്തിയിട്ടുണ്ട്, ചെറുമക്കളും എല്ലാം എത്തിയിട്ടുണ്ട്, മരുമക്കളും എല്ലാവരും ഉണ്ട് ഇവിടെ. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അടുത്ത ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘാതമാണെന്ന് തോന്നുന്നല്ലേ? ഒരു തീരാ ദുഃഖത്തിലാണ് എല്ലാവരും. ഈ നാട് തന്നെ ഞെട്ടിപ്പോയ ഒരിതാണ് സംഭവം. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കേരളം എന്നുള്ള ഒരു നാട് തന്നെ മൊത്തത്തിൽ ഞെട്ടിയ ഒരു സംഭവമായിട്ട് തോന്നുന്നു. ഈ ലഹരി തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു അരുങ്കൊലയിലേക്ക് പോയതെന്ന് കരുതുന്നുണ്ടോ? നമുക്ക് സംശയിക്കാം എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ അവരെക്കുറിച്ച് അറിയില്ല. അതിലിങ്ങനെ ഒരാൾ ചെയ്യാനുള്ള ഇത് കാണിച്ചപ്പോൾ എന്തെങ്കിലും ഒരു മാനസികമായ ഒരു ഇതില്ല, ഒരിക്കലും ചെയ്യില്ല എന്നൊരു മാനസിക ഉറപ്പാണ് നമുക്കുള്ളത്. ഇവരുടെ ബന്ധു തന്നെയാണല്ലോ ഇത്, ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മകനാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് മുംബൈ ഇവിടെ അങ്ങനെ വരുന്നത് കണ്ടിട്ടില്ല. പയ്യൻ കൊച്ചിലായിരുന്ന സമയത്ത് കണ്ടിട്ടുള്ളൂ, അതിനുശേഷം കണ്ടിട്ടില്ല. ഇതിനിടയ്ക്ക് ഗൾഫിലായിരുന്നു, എന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പം നാട്ടിൽ വന്നത്. ഈ ഒരു ഞെട്ടലിൽ തന്നെയാണോ നാട്? എല്ലാവരും ഈ ഒരു ഞെട്ടലിൽ തന്നെയാണോ ഉള്ളത്? എല്ലാവരും ഈ ഞെട്ടലിൽ തന്നെയാണ്. ആ പറഞ്ഞതൊക്കെ തന്നെ പറയാനുള്ളത്. കൂടുതലായി പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ല. അത്രയും അറിയുന്ന അതെ സുഹൃത്തായിരുന്നു. സുഹൃത്തെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് കടന്ന സഖിയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നും കൂടുതൽ പറയാനുള്ള ഒരു മാനസികാവസ്ഥ അല്ല. പലരോടും ചോദിക്കുമ്പോൾ പലരുടെയും വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണുവാനുള്ളത്. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളാണ് ഉള്ളതെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അവർ 2 പേരും ഇവിടെ അല്പസമയം മുമ്പ് എത്തിയിരുന്നു. അവർക്ക് ഈ മൃതദേഹം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത്, എന്താണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് അച്ഛനെയും അമ്മയും തള്ളിവിട്ടത് എന്ന് പോലും അവർക്കറിയില്ല. ഇന്നലെ ഈ സംഭവം നടന്ന അല്പസമയത്തിന് ശേഷം ലത്തീഫിൻ്റെ മരുമകൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എന്താണ് ഇത്തരത്തിൽ അച്ഛനെയും അമ്മയും ഇങ്ങനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ള കാര്യം വ്യക്തമാവില്ല. എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് അറിയില്ല. വലിയ ഒരു ആഘാതത്തിൽ തന്നെയായിരുന്നു അവരും ഉണ്ടായിരുന്നത്. ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയതും. അപ്പോൾ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെയും ഇവിടെ കൂടി നിൽക്കുന്നത് കാണുകയും ഒക്കെ ചെയ്തത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘാതമായിരുന്നു. ആ മകൾ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാരൊക്കെ തന്നെ പറഞ്ഞു, മൃതദേഹം നിലവിൽ കാണേണ്ടതില്ല. കാരണം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല സിഫ്. കാരണം തലയ്ക്ക് അത്രത്തോളം വലിയ രീതിയിൽ അടിയേറ്റ് തലയിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്ന നിലയിലായിരുന്നു 2 പേരുടെയും മൃതദേഹം ഉണ്ടായിരുന്നത്. ലത്തീഫിന്റെ മൃതദേഹം ഇവിടെ ഹോളിൽ സോഫയിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഭാര്യയുടെ മൃതദേഹം അടുക്കളയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേരുടെയും മൃതദേഹം ഒരു പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മക്കളെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയായിരുന്നില്ല. അത് ഇപ്പോഴും കൊല്ലപ്പെട്ടത്, ഇയാൾ വന്ന് തങ്ങളെ എന്തിനാണ് കൊന്നത് എന്ന് പോലും അറിയാത്ത രീതിയിൽ 2 പേർ മരണത്തിന് ഇരയാവുന്നു. മക്കൾക്കറിയില്ല. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകനാണ് ഈ അഫാൻ.
എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് അവർക്കും അറിയില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് അറിയാത്ത കുറേ മനുഷ്യന്മാർ, കൂടെ നടന്ന് എപ്പോഴും കൈപിടിച്ച് നടന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവർക്കെല്ലാം തീരാ നഷ്ടം തന്നെയാണ് ഇവരുടെ മരണം. ഈ 5 മരണങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആ വേദന ഉണ്ടാവുന്നത്.